ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് ഡെവലപ്മെൻറ്റുകളാണ്. അപ്പോൾ അതിനകത്ത് മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, ഇച്ചിരി അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എല്ലാം തന്നെ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് തെഹ്റാൻ മുഴുവനും ഇന്ന് പൊട്ടുന്ന ശബ്ദങ്ങളാണ് കേട്ടതെന്നാണ് തെഹ്റാൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന വാർത്ത. പ്രത്യേകിച്ച് കുദ്സ് ഡേ എന്ന് പറഞ്ഞൊരു ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും വൻ ജനാവലി ഉണ്ടായിരുന്നു തെഹ്റാനിൽ. അപ്പോൾ ഓപ്പൺ സ്പേസിൽ നിന്ന് തന്നെ അവർക്ക് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ കാണാൻ കഴിഞ്ഞു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അതായത് ഇത്രത്തോളം ജനങ്ങൾ അവിടെ ഒരു സ്ക്വയറിൽ തടിച്ചു കൂടിയിരിക്കുന്ന സമയത്ത് തന്നെ ഇറാന്റെ വിവിധ ഏരിയകൾ കേന്ദ്രീകരിച്ച് ഇസ്രായേലും അമേരിക്കയും തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയാണ്. ശരിക്കും അവർക്ക് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 24 hours. അത് ഇറാൻ യൂസ് ചെയ്തില്ല. ഇറാൻ ശരിക്കും മിസ്റ്റേക്കാണ് കാണിക്കുന്നത്, മണ്ടത്തരമാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇനിയൊരു 10 days അങ്ങോട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ പിക്ചർ മനസ്സിലാവും. ഇറാൻ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല അമേരിക്കയും ഇസ്രായേലിനെയും ഒരുമിച്ച് നേരിടുക എന്നുള്ളത്. പലപ്പോഴായിട്ടും ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇറാൻ 1-2 സ്ഥലങ്ങളിൽ അവരുടെ ആക്രമണം സക്സസ്ഫുൾ ആയിട്ട് അറ്റൈൻ ചെയ്യുമ്പോൾ ഇറാനെ അനുകൂലിക്കുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയകളിൽ വളരെയധികം ആഘോഷിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്ര നാളത്തേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വളരെ ചെറിയ ആയുസ് മാത്രമേ ഉള്ളൂ, ഷോർട്ട് പീരീഡാണ്. കാരണം അമേരിക്ക യഥാർത്ഥത്തിൽ അവരുടെ ഫുൾ പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ശരിക്കും അവരുടെ ക്രൂഷ്യലായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ആക്രമിച്ച് IRGCയെ തകർക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. ഇപ്പം ഇത്രയും നാളും IRGCയുടെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥരെ മാത്രം ടാർഗറ്റ് ചെയ്താണ് ആക്രമണങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പം ചെറിയ ചെറിയ IRGC ടീമുകൾ, അതായത് ഗാസയ്ക്കുള്ളിൽ എങ്ങനെയാണോ ഹമാസിനെ തുരത്തി ഇസ്രായേൽ അടിച്ചത്, അതുപോലത്തെ മെത്തേഡിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു 5 പേര് കറുത്ത ഡ്രസ്സിൽ ഈ IRGCയുടെ ടീമുകളാണ്, ബസീജ് ടീമുകളാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അവിടെ അറ്റാക്ക് നടത്തുകയാണ്. അത്തരത്തിൽ ചെറിയ ചെറിയ സംഘങ്ങളെ വരെ ടാർഗറ്റ് ചെയ്ത് പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ. പലർക്കും ഞാനിപ്പോൾ പറയുമ്പോൾ തമാശയായിട്ട് തോന്നാം, പക്ഷേ ഒരു 10-15 ദിവസം കഴിയുമ്പം ടോട്ടലി പിക്ചർ വേറെ ആയിരിക്കും. ഇറാൻ്റെ അവസ്ഥ ഗുരുതരമായി മാറും എന്നുള്ളത് യാതൊരു ഡൗട്ടില്ലാത്ത കാര്യമാണ്. US-ന്റെ ഡിഫൻസ് സെക്രട്ടറി, അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ പീറ്റർ ഹെഗ്സെറ്റ് പറഞ്ഞിരിക്കുന്നത് മുജ്തബ ഖൊമേനി ബാഡ്ലി ഇഞ്ചൂർഡ്, ഏതോ ഒരു ആശുപത്രിയിൽ അണ്ടർഗ്രൗണ്ടിൽ ചികിത്സയിലാണ്. അത് ആശുപത്രിയിലാണോ എന്ന് വരെ ഡൗട്ടാണ്. IRGCയുടെ രഹസ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന അണ്ടർഗ്രൗണ്ടിലാണ്, കോമ സ്റ്റേജിൽ ചികിത്സയിലിരിക്കുകയാണെന്നാണ് പീറ്റർ ഹെഗ്സെറ്റ് പറയുന്നത്. ഇതിനെ തുടർന്ന് പറഞ്ഞു വെക്കുന്ന പറഞ്ഞാൽ പാർഷ്യലി ഡെഡ് ബോഡി ആയിട്ടിരിക്കുന്ന ഒരാളെയാണ് ഇറാന്റെ ലീഡറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് സ്റ്റേറ്റ്മെന്റ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് വരുന്ന ഒരാഴ്ച ഹാർഡ് ഹിറ്റ്, ഇറാന്റെ മേളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തും, ഇറാനെ നടു ഒടിച്ചിട്ട് മാത്രമേ സ്റ്റേറ്റ് ഓഫ് ഹോർമോസിലോട്ട് ഇറങ്ങുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ട്രംപ്. അപ്പം നെക്സ്റ്റ് 1 week ഇറാന് മേളിൽ കനത്ത ആക്രമണം നടത്താനാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. മൾട്ടിപ്പിൾ ലൗഡ് എക്സ്പ്ലോഷൻസ് ഇറാന്റെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഫൂട്ടേജസ് ഞാനിവിടെ ആഡ് ചെയ്യാം കിട്ടുന്ന മുറയ്ക്ക്. دوستان عزیز دقت کنند در خصوص ایست و بازرسی ها وسیله‌ای که اومده مورد هدف قرار داده پهپاد هرون تیپی بوده. 16 ساعت میتونه روی تهران مداومت داشته باشه. 10 ساعت تو راه میره، 10 ساعت تو راه برمیگرده. 36 ساعت مداومت پرواز داره. 8 تا موشک میتونه لانچ کنه. موشکاش به صورتی که ساچمه پرتاب میکنه، یعنی بعد از انفجار ساچمه پخش میشه تلفات بگیره. ولی این وسیله تخصصی بسیار گران قیمته، برای جمع‌آوری سیگنالی هست. روی تهران اومده دیتای جدید جمع کنه، چون اینا بانک اهدافشون تموم شده که با جنگنده ها میزنن. Iran's leadership is in no better shape. Desperate and hiding, they've gone underground, cowering. That's what rats do. We know the new so-called not-so-supreme leader is wounded and likely disfigured. He put out a statement yesterday, a weak one, actually, but there was no voice and there was no video. It was a written statement. He called for unity. Apparently killing tens of thousands of protesters is his kind of unity.
Iran has plenty of cameras and plenty of voice recorders. Why a written statement? I think you know why. His father, dead. He's scared, he's injured, he's on the run, and he lacks legitimacy. It's a mess for them. Who's in charge? Iran may not even know. റെജീം ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് ട്രംപ് കൊടുത്തിരിക്കുന്ന ഉത്തരം ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ ഉത്തരവാണ്. ഈ യുദ്ധം നടക്കുന്നതിൽ ഒരുപാട് രാജ്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, ഓയിൽ ആയിക്കോട്ടെ, എനർജി മേഖലയിലെല്ലാം തന്നെ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഈ യുദ്ധം കാരണം. അപ്പോൾ അതുകൊണ്ട് റെജിം ചേഞ്ച് അമേരിക്ക വിചാരിക്കുന്നത് പോലെ വരുമോ എന്നുള്ള ചോദ്യം, ഇത് ഫോക്സ് ന്യൂസ് ചാനലിന് ട്രംപ് കൊടുത്ത ഇന്റർവ്യൂവിലാണ് ഇതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ബ്രയൻ കിൽമേഡ് ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോ ഉണ്ട്. ആ ഷോയിലാണ് ഇതിനെക്കുറിച്ചുള്ള പരാമർശം ട്രംപ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ റെജീം ചേഞ്ച് വരും, മസ്റ്റ് ആയിട്ടും വരും, പക്ഷേ അതിന് കുറച്ച് ടൈം എടുക്കും, ഇമ്മീഡിയറ്റ്ലി വരില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഈ റെജീം ചേഞ്ച് എന്ന് പറയുന്നത് ഇറാന്റെ ഉള്ളിൽ ഇറാനിയൻ ജനങ്ങൾ തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇത്രയും നാളും പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്ന IRGC അവർ മിഷൻ ഗണ്ണുമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്കെതിരെ ഈ സാഹചര്യത്തിൽ പ്രതിഷേധം നടത്തി റെജീമിനെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ടൈം വരുമ്പോൾ അത് സംഭവിക്കും. പക്ഷേ തീർച്ചയായിട്ടും റെജീം ചേഞ്ച് ഉണ്ടാവും എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. റീസണബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കരുതാം. ഇറാൻ 1300, 1350 എന്നുള്ള ഡെത്ത് ടോൾ കണക്കൊക്കെ പുറത്തുവിട്ടാലും ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ചുരുങ്ങിയത് 4000 മുതൽ 5000 IRGC ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ആക്രമണത്തിൽ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇറാന്റെ ഉള്ളിലുള്ള കാഷ്വാലിറ്റിയെ കുറിച്ച് പറയുകയാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തിന്റെ ശൈലി മാറിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇറാന്റെ യുറേനിയം കൈക്കലാക്കുക അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഇല്ലാതാക്കുക എന്നുള്ള സിമ്പിൾ ടാർഗറ്റ് അല്ല ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്കുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി അമേരിക്കയുടെ കണ്ടീഷന് വഴങ്ങിയാൽ മാത്രമേ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ചർച്ചയുടെ ഡോർ അടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ലിസ്റ്റിലുള്ള രാജ്യങ്ങൾ, മീഡിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ച് രാജ്യങ്ങളുണ്ടല്ലോ, ഖത്തർ, അതുപോലെ തന്നെ സൗദി അറേബ്യ, ഇങ്ങനത്തെ കുറേ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി ഇവർ മിഡിൽ പൊസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒമാൻ പോലത്തെ രാജ്യങ്ങൾ, ഇവരൊക്കെ പോയി ഇനി അമേരിക്കയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ നടത്തി ഇടയ്ക്ക് വീണാലായി. അല്ലാന്നുണ്ടെങ്കിൽ ആക്രമണങ്ങൾ 1 വീക്കിന് നോൺ സ്റ്റോപ്പ് അറ്റാക്കാണ് പറഞ്ഞിരിക്കുന്നത്. 1 വീക്കിന്. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. പ്രൈമറിലി 2 വീക്സിനാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ഈ യുദ്ധം. അതായത് 2 ആഴ്ചത്തേക്കുള്ള കംപ്ലീറ്റ് സ്റ്റോക്ക് പൈലിങ്സും കാര്യങ്ങളൊക്കെ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിക്കുകയാണ്. UAE പറഞ്ഞിരിക്കുന്നത് മീഡിയേഷൻ അഥവാ ഒരു ചർച്ച, നെഗോസിയേഷനൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇറാൻ ആദ്യം അറ്റാക്ക് നിർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേലുള്ള അറ്റാക്ക് നിർത്തിയാൽ മാത്രമാണ് ഇറാനിന് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നോ മോർ ഓപ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ബോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത ഒരു രാജ്യമാണ് UAE. അവരാണ് ഈ സ്റ്റേറ്റ്മെന്റ്, ബോൾഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് നീ എത്ര വേണേലും അയച്ചോളൂ, പക്ഷേ ഞങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ടെന്നാണ് UAE പറഞ്ഞിരിക്കുന്നത്. റെജീം ചേഞ്ച് നടത്തുന്നത് ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമായിട്ടും, പക്ഷേ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പ്രയാസമേറിയ ഒരു കാര്യമായിട്ടാണ് ട്രംപ് വിലയിരുത്തുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഫോക്സ് ന്യൂസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഇതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ സെക്യൂരിറ്റി ചീഫ് ലാരിജാനി, ഇയാളൊരു കോമഡിയുമായിട്ട് വന്നിരിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ക്ഷമ ചോദിക്കണം അത്രേ. ഇത് എവിടെയെങ്കിലും നടന്ന ചരിത്രമുണ്ടോ? യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, പരസ്പരം നെഗോസിയേഷനൊക്കെ ആവാം, ഓപ്പണായിട്ട് ആരെങ്കിലും വന്നിട്ട് ക്ഷമ ചോദിക്കുമോ? ഇസ്രായേലും അമേരിക്കയും പോലും ഈ സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെച്ചിട്ടില്ല. പക്ഷേ ഇറാൻ മുന്നോട്ട് വെക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ക്ഷമ ചോദിക്കണം, എനിമീസ് നമ്മളുടെ മുന്നിൽ വന്നിട്ട് ക്ഷമ ചോദിക്കണം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വേണമെങ്കിൽ ആലോചിക്കാം എന്താണ് യുദ്ധം നിർത്തണോ വേണ്ടയോ എന്നുള്ളത്. ഇത് എന്ത് കോമഡിയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ നോക്കുന്നത്. ഉക്രൈന് അമേരിക്ക പാട്രിയോട്ട് മിസൈൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള PAC-3 മിസൈൽസ് കൊടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത്രയും നാളും അമേരിക്ക ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല. പ്രത്യേകിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം ഉക്രൈന് ഒരു തരത്തിലുള്ള സപ്ലൈയും നടത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരു ക്രൂഷ്യൽ മൊമെൻറ്റ്, അതായത് മിഡിൽ ഈസ്റ്റിലുള്ള ജോർദാൻ ബേസിൽ ഉക്രൈൻ്റെ ഹെൽപ്പോട് കൂടി അവിടെ വെച്ചിട്ട് ലൂക്കാസ് ഡ്രോൺ സിസ്റ്റം റെഡിയാക്കിയിരിക്കുകയാണ്. ഈ ടെക്നോളജി ശരിക്കും ഉക്രൈനാണ് അമേരിക്കയ്ക്ക് കൈമാറിയിരിക്കുന്നത്. ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോ കോസ്റ്റിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് അത് ഉക്രൈൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യുപകാരമായിട്ട് അമേരിക്ക ഉക്രൈന്
പാട്രിയോട്ട് മിസൈൽ സിസ്റ്റത്തിന്റെ ഇന്റർസെപ്റ്റേഴ്സ് കൊടുത്തയക്കുന്നുണ്ട്. ലൂക്കാസ് ഡ്രോൺ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഉക്രൈൻ അമേരിക്കയെ ഹെൽപ്പ് ചെയ്തു. അതിന് പകരമായിട്ട് അമേരിക്ക ഉക്രൈന് പാക് 3 മിസൈലുകൾ കൊടുക്കുകയാണ്. ഈ പാക് 3 മിസൈലുകളുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് അവർക്ക് ഇഷ്കന്ദർ, കിൻസാൽ, സെർഗോൺ പോലത്തെ റഷ്യയുടെ മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തത്, ഇന്നലെ രാത്രി പാകിസ്ഥാൻ ശരിക്കും കാബൂളിലുള്ള അഫ്ഗാനിസ്ഥാൻ്റെ താലിബാന്റെ ഹെഡ് ക്വാർട്ടേഴ്സിന് മേളിൽ ആക്രമണം നടത്തി അവിടുത്തെ ഒരു സീനിയർ ലീഡറിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. കാബൂളിൽ ചർക്കി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. താലിബാന്റെ ഹെഡ് ഓഫീസാണ്. അവിടേക്കാണ് പാകിസ്ഥാൻ ഈ ഒരു ആക്രമണം നടത്തിയത്. ഡെപ്യൂട്ടി കമാൻഡർ വാലി ജാൻ ഹംസയാണ് കൊല്ലപ്പെട്ടത്. ഇതിന് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് റിറ്റാലിയേറ്ററി അറ്റാക്ക് എന്നുള്ള നിലയിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ന് പാകിസ്ഥാന്റെ ഉള്ളിലുള്ള ഒരു കമാൻഡർ ഓഫീസ്, പാകിസ്ഥാന്റെ മിലിറ്ററി കമാൻഡ് ഓഫീസാണ് ആക്രമണം നടത്തിയത്. ഡ്രോൺ വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്തത്. അവിടെ ശരിക്കും പാകിസ്ഥാന്റെ ഒരു റഡാർ സിസ്റ്റം ഉണ്ടായിരുന്നു. ആ റഡാർ സിസ്റ്റം പൂർണ്ണമായിട്ടും തകർന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. ഖൈബർ പക്തൂന മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കൊഹാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അഫ്ഗാനിസ്ഥാൻ ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇതിനകത്ത് 6ലധികം പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.